കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാസ്കരന്റെ രണ്ടാം ഭാര്യയുടെ മകനാണ് നികേഷ് എന്നറിഞ്ഞ നിധി നികേഷിന്റെ അമ്മയെ കണ്ടെത്തുകയാണ്. ഭാസ്കരനെ നികേഷിന്റെ അമ്മയെ വെറുപ്പാണെന്ന് മനസ്സിലാക്കിയ നിധി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നികേഷിന്റെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കാത്തത്? അച്ഛൻ എന്താ നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി പോകുന്നത്? നിങ്ങൾ വേറെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അതെ, എൻ്റെ മകനെ ഞാൻ അയാളുടെ അടുത്താക്കി പോയാൽ അയാൾക്ക് പിന്നെ ദേഷ്യം വരില്ലേ? അത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകനോ? നികേഷ് അച്ഛൻ്റെ മകൻ കൂടിയല്ലേ? അവൻ ഭാസ്കരൻ്റെ മകനല്ല, അവൻ എൻ്റെ മാത്രം മകനാണെന്നൊക്കെ അവർ പറയുമ്പോൾ ഞെട്ടുകയാണ് നിധി. ഞെട്ടലോട് കൂടി തന്നെ നിധി ചോദിക്കുവാണ്, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നികേഷിൻ്റെ അച്ഛൻ ഭാസ്കരനല്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അവർ പറയുന്നുണ്ട്, അതെ, ഭാസ്കരൻ നികേഷിൻ്റെ അച്ഛനല്ല, അവൻ എൻ്റെ മാത്രം മകനാണ്. സമയം തന്നെ നികേഷിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. എങ്കിൽ പിന്നെ നികേഷിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, എന്നെ ഒന്ന് വെറുതെ വിടുമോ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, എനിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, നിൽക്കവിടെ, എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ ഇത് നടന്നതെന്ന് എന്നോട് പറയണമെന്നൊക്കെ നിധി പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകനെ ഞാൻ അയാളുടെ അരികിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോയി, എനിക്കിനിയും കൂടുതലൊന്നും പറയാനില്ല, നീ വേണമെങ്കിൽ അയാളോട് പോയി ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ കൈ തട്ടി മാറ്റി അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് നിധി വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ പെട്ടെന്ന് വന്നത്? ചെറിയ ജോലി ബാക്കിയുണ്ട് സുഭാഷ് ഏട്ടാ, അത് തീർത്തിട്ട് പോകാമെന്ന് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോടായിട്ട്, അച്ഛാ, എനിക്ക് അച്ഛനോട് അല്പം സംസാരിക്കാനുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വരണമെന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ പോരെ മോളെ? ഒന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ നിധി പറയുമ്പോൾ, എങ്കിൽ എവിടെ പോവുകയാണെന്ന് പറയണമെന്ന് പറയുവാണ് ഭാസ്കരൻ. എന്താ പറഞ്ഞാലേ വരത്തുള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെ, പറഞ്ഞാലേ വരത്തുള്ളൂ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഒന്നും പറയില്ല, അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിധി പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ അച്ഛനെ ഒരിടം വരെ കൂട്ടിക്കൊണ്ട് പോവുകയാ. സുഭാഷ് പറയുന്നു, എന്താണെങ്കിലും പറ മോളെ. അപ്പം നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഇതൊരു ചെറിയ കാര്യമാണ്, എല്ലാം ഞാൻ വന്നിട്ട് പറയാം, അച്ഛൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാനൊരുങ്ങുമ്പോൾ, ചെറിയ കാര്യമല്ലേ, അത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ പോരെ? അച്ഛൻ ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് നിധി അച്ഛനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ഭാസ്കരനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരികയാണ് നിധി. എങ്കിലും പറയാൻ എന്താ കാര്യമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ പോകുകയാണ്, അതിന് സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം തന്നെ അച്ഛൻ എനിക്ക് തരണമെന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഒരു കാര്യം ഒഴിച്ച് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇത് പറയുകയാണ്, നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുവാണ് ഭാസ്കരനും. അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്ന് നിധി പറയുമ്പോൾ, എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുവാണ് ഭാസ്കരൻ. പിന്നെ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിധി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്കിതിനൊരു ഉത്തരം കിട്ടണം, കിട്ടിയേ പറ്റൂ, അച്ഛനെ ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ല, ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഈ എന്തിനാ മോളെ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ ഇന്ന് നികേഷിൻ്റെ അമ്മയെ കണ്ടിരുന്നു, അവരെന്നോടൊരു കാര്യം പറഞ്ഞു, നികേഷ് അച്ഛൻ്റെ മകനല്ലെന്ന്. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, നിക്ക്, സത്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ നിധി പറയുമ്പോൾ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അവൻ എൻ്റെ മകനല്ലെന്നോ? അവരെല്ലാവരും എൻ്റെ മക്കളാണ്, അവർ 4 പേരും എൻ്റെ മക്കളാണെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ആ അർത്ഥത്തിലല്ല അച്ഛാ പറഞ്ഞത്, ബയോളജിക്കലായിട്ട് നികേഷ് അച്ഛൻ്റെ മകനല്ല, ശരിയല്ലേ എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, മറ്റെല്ലാവരെയും പോലെ തന്നെ അവനും എൻ്റെ മകനാ. ദിയോന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടണം, ഈ ക്ലാരിറ്റിയും മണ്ണാങ്കട്ടയും ഒക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഇത് പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെ ഞാനല്ലേ നികേഷിൻ്റെ അമ്മയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്നത്, അച്ഛൻ എന്തോ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, അത് എന്താണെന്ന് ദയവ് ചെയ്ത് തുറന്നു പറയണം, ഒക്കെ അറിഞ്ഞിട്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട അച്ഛാ, സത്യം അറിയാതെ എൻ്റെ തല വെട്ടിപ്പൊളിയുകയാണെന്നൊക്കെ നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടണമെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ രഹസ്യങ്ങളാണ്, ഇതെല്ലാം പുറത്തു വന്നാലേ ആ വീട് സന്തോഷമായിട്ടിരിക്കുമോ? അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം, അച്ഛൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയണം. ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരുടെ കൂടെ നികേഷും ഉണ്ടായിരുന്നു, പിന്നീട് ആ സ്ത്രീ നികേഷിനെ ഇവിടെയാക്കി വീട് വിട്ടുപോയി, അവർ വീണ്ടും വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് പോലുമില്ല, ഇതൊക്കെ ഒരു വലിയ കഥയാണ് മോളെ, അതെനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല,
ഇത് ഞാൻ നിന്നോട് പറയണമെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുമ്പോൾ അച്ഛാ പ്ലീസ് ഇനിയെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ എന്നോട് സത്യം തുറന്നു പറയണം. കാരണം അച്ഛന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പ്രോമിസ്, ഞാനാണ് സത്യം. അന്നെന്താ നടന്നതെന്ന് അച്ഛൻ തുറന്നു പറയണം പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ നിധിയോട് സത്യം തുറന്നു പറയാൻ തീരുമാനിച്ച് നിധിയെയും കൂട്ടി കുറച്ചങ്ങോട്ട് മാറിയിരിക്കുവാണ് ഭാസ്കരൻ അങ്ങനെ പറഞ്ഞു തുടങ്ങുവാണ്, ഞാൻ ലോറി ഓടിക്കുമ്പോൾ ഒരുപാട് നാടുകളിൽ പോവാറുണ്ട് ലോഡുമായിട്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലോഡ് ഇറക്കി തിരിച്ചു വരാൻ ഒരുപാട് കാലതാമസമെടുക്കും. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ സ്ഥലത്തെ ഭക്ഷണം പിടിക്കില്ല. അങ്ങനെ പല പ്രാവശ്യമായിട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തും, താമസിക്കാനുള്ള സ്ഥലവും കണ്ടെത്തും. ഇപ്പം ഞാൻ ഗുജറാത്തിലേക്കാണ് പോകുന്നതെന്ന് വെക്കേ, അവിടെ അങ്ങനെ ഒരു സ്ഥലം കാണും. ഹരിയാനയിൽ പോയാൽ അവിടെയും അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴാണ് നികേഷിൻ്റെ അമ്മയെന്ന് പറയുന്ന ഈ സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അന്ന് ലോറി ഓടിക്കുന്ന സമയത്ത് 2-3 വർഷമായിട്ട് എനിക്ക് അവരെ കണ്ടു പരിചയമുണ്ടായിരുന്നു. അവളും അവളുടെ ഭർത്താവും കൂടി ഹോട്ടൽ നടത്തുകയായിരുന്നു. അവിടെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത്. എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി തരുമായിരുന്നു അവരെ. അവർ 2 പേരും ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈക്കുഞ്ഞായിരുന്ന നികേഷ് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നീട് ഒരു പ്രാവശ്യം ഗുജറാത്തിൽ പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഹോട്ടലിൽ പോയി. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയെന്ന്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു മോളെ. ഒരു കൈക്കുഞ്ഞില്ലേ, ഒരു ഹോട്ടലുണ്ടല്ലോ, വരുമാന മാർഗമുണ്ടല്ലോ, സഹായത്തിന് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നീട് ഒരിക്കൽ ലോഡുമായിട്ട് ഗുജറാത്തിൽ ചെന്നപ്പോൾ ഞാൻ വീണ്ടും അവരുടെ കടയിൽ പോയി. അപ്പോൾ ഒരുത്തൻ അവരെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യപ്പെടുത്താറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ആ സ്ത്രീക്ക് അന്ന് അയാളെ ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അന്ന് അവരെന്നോട് പറഞ്ഞു, അവരെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിച്ചു. അവരുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി. എനിക്ക് അന്ന് അവരെ സഹായിക്കണമെന്ന് തോന്നി. അവർ പറഞ്ഞു, കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ, എന്നെ ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഞാൻ അവളെയും കുഞ്ഞിനെയും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. അങ്ങനെ വന്നതാണ് നികേഷും ആ സ്ത്രീയും എന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുന്നു, അപ്പോൾ അച്ഛൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, ഞാനെന്തിനാ അവരെ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കുമിടയിൽ ഒരു റിലേഷനുമില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ ഇത്? അവളുടെ കൂടെ എനിക്ക് എന്ത് റിലേഷൻഷിപ്പാ? 4 ദിവസം എൻ്റെ കൂടെ ലോറിയിൽ ട്രാവൽ ചെയ്തു വന്നു. എവിടെ പോകണമെന്ന് അറിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. അവർ കുഞ്ഞും വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ എന്ന് വെച്ചു. പിന്നീട് സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം നികേഷിൻ്റെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങി. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അപ്പോൾ അച്ഛൻ എപ്പോഴാണ് അവരെ കല്യാണം കഴിച്ചത്? ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുകയാണ്, ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ കുട്ടി? എന്തിനാ എപ്പോഴാ കല്യാണം കഴിച്ചത് എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെന്താ നടന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുത്തൻ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ അഡ്രസ്സും കണ്ടുപിടിച്ച് ഇവിടെ വന്നെന്ന് തോന്നുന്നു. അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ ഭയന്ന് അയാൾ അവളുടെ കൂടെ പോയപ്പോൾ കൈക്കുഞ്ഞായിരുന്ന നികേഷിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ലേഡിക്കും അച്ഛനുമിടയിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഭാസ്കരൻ പറയുകയാണ്, ഇത് തന്നെയല്ലേ മോളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിധി ചോദിക്കുന്നു, അപ്പോൾ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അച്ഛൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല. ഭാസ്കരൻ പറയുന്നു, അയ്യോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മോളെ ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഭർത്താവ് മരിച്ചതിന് ശേഷം ആ സ്ത്രീ തനിച്ച് ആ കട നടത്തുകയായിരുന്നു. അവളെ ടോർച്ചർ ചെയ്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ ഇവിടെ എൻ്റെ അടുത്ത് കളഞ്ഞിട്ട് അവൾ ആ ടോർച്ചർ ചെയ്യുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ, ഇതാ നടന്നതെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുവാണ്. നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട്, അപ്പോൾ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതെല്ലാം ചെയ്തത്. അവരെന്താ ചെയ്തത്? നികേഷിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് മാത്രമാണ് അച്ഛനും നികേഷും തമ്മിലുള്ള ബന്ധം, അങ്ങനെയല്ലേ? ഭാസ്കരൻ പറയുകയാണ്, അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയായിരുന്നു. ഇതിനുശേഷം സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും കൂടെ അവൻ കളിക്കാനായിട്ട് തുടങ്ങി. പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് ചിരിയും സന്തോഷവും കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ അമ്മയുടെ മുഖം മറന്ന് എൻ്റെ മുഖം കണ്ട് എൻ്റെ അരികിലേക്ക് ഓടി വരുമായിരുന്നു. ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നിരുന്ന അവനെ എനിക്കങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? എല്ലാവരും ചേട്ടാനുജന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിൻ്റെ അച്ഛൻ വേറെയാ അമ്മ വേറെയാ എന്നൊക്കെ അവനോട് പറയാൻ പറ്റുമോ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, എങ്കിൽ പിന്നെ അവനും എൻ്റെ മകനായിട്ടങ്ങ് ജീവിക്കട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. മോളെ, അവനെ നികേഷ് എന്ന് പേരിട്ടത് പോലും ഞാനാണെന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം വീട്ടിൽ ആർക്കെങ്കിലും അറിയാവോ?
ഇതൊന്നും എനിക്കറിയില്ലെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, ഉറപ്പായും ഇക്കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നികേഷിൻ്റെ അമ്മ വേറെയാണെന്ന് ഇപ്പോഴല്ലേ നികേഷ് പോലും അറിഞ്ഞത്. ഒരു പക്ഷെ അവർക്ക് ഈ സത്യം അറിയാമായിരുന്നെങ്കിൽ അന്ന് അവരെ എന്നോടെങ്കിലും ഇക്കാര്യം പറയുമായിരുന്നോ? അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് ആരോടും പറയാതിരുന്നത്? പറയണമായിരുന്നെന്നൊക്കെ നിധി പറയുമ്പോൾ എന്തിനു പറയണമെന്ന് ചോദിക്കുവാണ് ഭാസ്കരൻ. നികേഷ് അച്ഛനെ വെറുക്കുന്നുണ്ടല്ലോ. അവൻ്റെ അമ്മ വീട് വിട്ടു പോകാൻ അച്ഛനാണെന്നാണ് അവൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അവനോട് സത്യം തുറന്നു പറയാമല്ലോ എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞാലും ശരിയാകില്ല. അവൻ്റെ മനസ്സിൽ ഞാനാണ് അച്ഛൻ. അമ്മ പോയെങ്കിലും അച്ഛനായിട്ട് ഞാനുണ്ടെന്നെങ്കിലും അവൻ വിശ്വസിച്ചോട്ടെ. ആ സമയത്ത് അവൻ്റെ അച്ഛൻ കൂടി ഞാനല്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് തകർന്നു പോവില്ലേ മോളെ? അവൻ്റെ അമ്മ അവനെ വിട്ടുപോയാലും അവന് വെറുക്കാൻ ഞാനൊരുത്തനില്ലേ? അത് മതി. അല്ലാതെ അവനോട് നിന്റെ അച്ഛൻ മരിച്ചു പോയി, നിന്റെ അമ്മ നിന്നെ വേണ്ടെന്ന് വെച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഭാവി എന്താകും? ഒന്നും വേണ്ട. തൽക്കാലം അവൻ എന്നെ അച്ഛനായിട്ട് വിചാരിച്ചുകൊണ്ട് വെറുത്തോണ്ടിരിക്കട്ടെ. അപ്പോൾ അത് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യിൽ പിടിക്കുവാണ് നിധി. മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛനെ പറ്റി ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. ഞാൻ ചിന്തിച്ചതുപോലെയൊന്നുമല്ല അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇനി നീ വീട്ടിലേക്ക് പോ, ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ പറയുവാ അച്ഛാ, ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തി ഞാനിപ്പോൾ തന്നോളം വളർന്ന് അച്ഛനെ ഒരുപാട് വഴക്ക് പറയുന്ന നിലയിലെത്തിയിരിക്കുന്നു. അടിക്കാൻ വരെ വരുന്നു. എന്നിട്ടും അച്ഛൻ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു സത്യവും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. ഇതിനെല്ലാം വലിയ മനസ്സ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, മോളെ കരയാതെ ഈ വീട്ടിലേക്ക് പോ, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല, എനിക്ക് വേറൊരു ജോലിയുണ്ട്. കരയാതെ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയം കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നിധി. പോകാനിറങ്ങിയ ഭാസ്കരൻ പെട്ടെന്നൊന്ന് ആലോചിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ട് നിധിയെ വിളിക്കുന്നുണ്ട്. നിധി അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ദേ നോക്ക്, നീ ഇനി ഇത് ചെന്ന് നികേഷിനോട് പറയാൻ നിൽക്കരുത്. ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതേന്നുള്ള രീതിയിൽ തലയാട്ടുവാണ് നിധി. അത് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. നിധി കണ്ണീര് തുടച്ച് ഭാസ്കരൻ പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയം സുഭാഷ് ഭാസ്കരനെ നോക്കിക്കൊണ്ട് നിധിയുടെ അരികിലേക്ക് വരികയാണ്. ഭാസ്കരൻ പോയതിനു ശേഷം ഇങ്ങോട്ട് തിരിയുന്ന നിധി സുഭാഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ നിധി ചോദിക്കുമ്പോൾ അച്ഛനെയും കൂട്ടി മോള് പോന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നാലെ വന്നതാ. അത് പറഞ്ഞ് സുഭാഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇപ്പോഴാണോ വന്നത്? ഇല്ല, കുറച്ച് നേരമായി മോളെ. അച്ഛൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാനും. നിധി ടെൻഷനോട് കൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുവാണ്. നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് നേരത്തെ ഇതെല്ലാം അറിയാമായിരുന്നോ? സുഭാഷ് പറയുകയാണ്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ അത്രയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്താ നടന്നതെന്ന് ഇപ്പം അച്ഛൻ തുറന്നു പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. ഒരു ദിവസം നികേഷിനെയും അമ്മയെയും അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അത് കണ്ട് നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ആ പ്രായത്തിലും അച്ഛൻ നികേഷിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അച്ഛൻ നികേഷിൻ്റെ അച്ഛനല്ലെന്നും എനിക്ക് മനസ്സിലായതായിരുന്നു. ഞാൻ വിചാരിച്ചത് അച്ഛൻ അവരെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നായിരുന്നു. ഈ കഥയൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ മോളെ. നിന്നോട് പറഞ്ഞപ്പോഴാ ഞാനും അറിഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇക്കാര്യങ്ങളൊന്നും അച്ഛനോട് ചോദിച്ചിട്ടേ ഇല്ലേ മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുവാണ്, തുടക്കത്തിലെ സുഭാഷ് ഏട്ടന് സംശയമുണ്ടായിരുന്നല്ലോ, നികേഷ് നിങ്ങളുടെ അച്ഛനല്ല നികേഷിൻ്റെ അച്ഛനെന്ന്. അക്കാര്യം സുഭാഷ് ഏട്ടൻ സുധീഷിനോടും ഹരീഷിനോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ നമ്മുടെ വീടിനെ പറ്റി മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനിവിടെ വന്ന മുതൽ നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞ് ഞാനും കേൾക്കാനിട വന്നിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നുമല്ല നിങ്ങളെല്ലാവരും. നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. സത്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടനും അറിയാമായിരുന്നു. എന്നിട്ട് സുഭാഷ് ഏട്ടനും ഇതുവരെ നികേഷിൻ്റെ അടുത്ത് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. നികേഷാണ് സുഭാഷ് ഏട്ടൻ്റെ ലോകം തന്നെ. അച്ഛനും നികേഷിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സുഭാഷ് ഏട്ടൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ നികേഷിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്നെ വെറുത്തോട്ടെ, അവൻ എന്നെ വഴക്ക് പറഞ്ഞോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു പോകുന്നു. സത്യമായിട്ടും പറയുക, സുഭാഷ് ഏട്ടനോടും അച്ഛനോടും എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നുന്നു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ തൊഴുത് നിൽക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതൊന്നും ഒരു സാധാരണക്കാർ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു ചെറുക്കനെ ഇത്രയും സ്നേഹം കൊടുത്ത് സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു. യേശു സുഭാഷ് ഏട്ടൻ്റെ അനുജനല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ സത്യമായിട്ടും വിശ്വസിക്കില്ലായിരുന്നു. ഇത്രയ്ക്ക് നിങ്ങൾ 3 പേരും നികേഷിനെ ജീവൻ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അച്ഛന് സത്യമെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ടും നടുങ്ങിപ്പോയി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ കയ്യിലേക്ക് പിടിച്ച് കരയുവാണ് നിധി. നിറഞ്ഞുകൊണ്ട് നിധിയെ ഒന്ന് നോക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് സുഭാഷും പറയുന്നുണ്ട്, എന്തിനാ മോളെ കരയുന്നത്? ഇതെല്ലാം വിട്ടുകളാ. അച്ഛൻ പറഞ്ഞതുപോലെ നികേഷ് നമ്മുടെ വീട്ടിലെ പയ്യനാണ്.
ഞങ്ങളുടെ എല്ലാവരുടെയും അനുജനാണ്. അച്ഛൻ വേറെയാണെങ്കിൽ എന്താ, അമ്മ വേറെയാണെങ്കിൽ എന്താ, ഞാൻ അവനെ എൻ്റെ കൂടെ പിറന്ന അനുജനായിട്ടാണ് കാണുന്നത്. അവനും ഞങ്ങളെ ചേട്ടന്മാരായിട്ടാണ് കാണുന്നത്. അതൊക്കെ അത്രയേ ഉള്ളൂ മോളെ. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നീ കണ്ണു തുടയ്ക്കും മോളെ. നീ കരയുന്നത് കണ്ടല്ലേ എനിക്ക് കരച്ചിൽ വരും. കേട്ട് നിധി കണ്ണീര് തുടക്കുമ്പോൾ സുഭാഷും കണ്ണീര് തുടയ്ക്കുവാണേ. ശേഷം സുഭാഷ് പറയുവാണ്, ദേ മോളെ, ഈ കാര്യം ആരും അറിയരുത്. സുധീഷും ഹരീഷും പോലും അറിയാൻ ഇടവരരുത്. ശേഷം ഇതൊരിക്കലും അറിയാൻ പാടില്ല. എന്നെ വെട്ടിക്കൊന്നാലും ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. മോളും ഇക്കാര്യം ആരോടും പറയരുത്. എല്ലാം അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊന്നും മാറ്റണ്ട. ശരി സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ, നിനക്ക് നല്ല മനസ്സാണ് മോളെ. നികേഷിൻ്റെ നല്ലതിനു വേണ്ടി അവൻ്റെ അമ്മയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലുള്ള ഓരോരുത്തർക്കും എങ്ങനെ നല്ലത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു നീ. എൻ്റെ മുന്നിൽ ഞങ്ങൾ ആരും ഒന്നുമല്ല മോളെ എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ കരഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നുണ്ട്. ചേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊന്നോ? എന്നിട്ട് ജയിലിൽ പോയത് ആണെന്നല്ലേ പറയുന്നത്? മനസ്സിലാക്കിയ അച്ഛൻ ഒരിക്കലും അച്ഛൻ്റെ ഭാര്യയെ കൊല്ലാൻ കഴിയില്ല. സുഭാഷ് പറയുന്നു, ഞാനും അതൊന്നും അറിയാത്ത രീതിയിലാണ് മുമ്പോട്ട് ജീവിച്ചു പോകുന്നത് മോളെ. നികേഷിനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 10 വയസ്സ് കാണും. പക്ഷെ അമ്മയുടെ മരണം നടന്നപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു മോളെ. പെട്ടെന്നൊരു ദിവസം പോലീസ് വീട്ടിലേക്ക് വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാനും അനുജന്മാരും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളെ നോക്കാൻ ഒരു മുത്തശ്ശി കൂടി ഉണ്ടായിരുന്നു. മുത്തശ്ശിയും പോയി. അതിനുശേഷം ഞാൻ തന്നെ അനുജന്മാരെ നോക്കാൻ തുടങ്ങി. ഇരിക്കെ അച്ഛൻ ഒരു ദിവസം ജയിലിൽ നിന്നും തിരിച്ചു വന്നു. പക്ഷെ ഞങ്ങൾക്കാർക്കും അച്ഛനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല. നാട്ടുകാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും നടന്ന് കാണരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ നാട് അച്ഛനെ വിശ്വസിക്കുന്നില്ല. അവരെല്ലാവരും ഇന്നും വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഞാനിപ്പോൾ അതിനെ പറ്റിയൊന്നും ആലോചിക്കാറില്ല മോളെ. ആലോചിക്കാൻ സമയവുമില്ല. എനിക്ക് താഴെ 3 അനുജന്മാരുണ്ട്. അവരെ നല്ല രീതിയിൽ നോക്കണമെന്നുള്ള കടമ എനിക്കുണ്ടായിരുന്നു. നാളുകൾ കടന്നുപോയി. അതിനിടയിൽ കഴിഞ്ഞതൊന്നും ചികിയാൻ ഞാൻ നിന്നിട്ടില്ല. വാ മോളെ, നമുക്ക് പോകാം. നേരം ഒരുപാടായി. നേരമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കുക. അവന്മാർ അന്വേഷിച്ചു വരും. പോകാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് എണീക്കുമ്പോൾ പോകാമെന്നും പറഞ്ഞുകൊണ്ട് നിധിയും സുഭാഷിൻ്റെ കൂടെ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി കിളിക്കൂടിൽ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.